നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി യോജിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി യോജിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി യോജിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം. കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുമായ ഞങ്ങളുടെ അമ്മേ, അനുഗ്രഹങ്ങളും കരുണയും വിശുദ്ധിയും വിശുദ്ധരെയും സ്നേഹിക്കുന്നവരും പുണ്യവാന്മാരിൽ സംപ്രീതനും സകലത്തിലും അതിവിശുദ്ധനുമായ ദൈവമേ, നിന്റെ വിശുദ്ധിക്കായി വേർതിരിക്കപ്പെട്ട് അടുത്തു വന്നിട്ടുള്ള നിന്റെ ദാസികളെ കൈക്കൊള്ളണമേ. സന്യാസപരമായ ജീവിതത്തിനുള്ള കൃപാവരങ്ങൾ ഈ ദാസികൾക്ക് നൽകണമേ. സന്യാസ ജീവിതത്തിന് വേണ്ടതായ ഏകാഗ്രബുദ്ധി നൽകി നിഷ്കപടമായ സന്യാസ ജീവിതത്തിലേക്ക് ഈ ദാസനെ പ്രവേശിപ്പിക്കണമേ. ഉത്തമ നടപടികളാൽ അതേ സൽപ്രവൃത്തികളാൽ തന്നെ നിന്റെ ദൈവത്വത്തിന് സമീപസ്ഥരായിരിക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. നിന്റെ പരിശുദ്ധമായ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്ത് പാർക്കുന്നതിന് എപ്രകാരം സമവേലയോഗ്യനായി അംഗീകരിക്കപ്പെട്ടുവോ അപ്രകാരം തന്നെ ഹൃദയ പരമാർത്ഥതയോടും വിശുദ്ധിയോടും കൂടെ ഇവരും നിരന്തരം മുമ്പാകെ നിരന്തരം സേവനം ചെയ്തുകൊണ്ട് പാർക്കുവാൻ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, നിന്റെ പ്രാഭവമുള്ള വന്ദിതനാമത്തിന് ഇവർ മുഖാന്തര മഹത്വമുണ്ടാകുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ വകുപ്പ് പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളെല്ലാം മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. സോപ്പാവുടനെ മേൽ നീ തള്ളി
വിളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, ഉറച്ച മണ്ണിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും വായിച്ചു കളയണമേ. നിന്റെ തിരുനമ്പിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കുകയും അരുതേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്നെ വഴി പഠിപ്പിക്കും, ഭാവിയല്ലെങ്കിലേക്ക് തിരികുകയും ചെയ്യും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായിൽ നിന്റെ സ്തുതികൾ പാടും. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ എന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. കരുണാനിധിയാം നാഥ, നീ പുണ്യമെനിക്കേടണമേ. ധൂർത്തൻ സമവന്നെ കൈക്കൊള്ളാൻ കൃപ ചെയ്യണമേ. കരുണാലയനേ, ബഹുലമതാം കൃപയുള്ളവനേ, നാഥ കൃപ ചെയ്യണമേ. ഋണമെല്ലാം പുണ്യമതാക്കിയിടേണം. നിന്നോട് പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരൻ പാപിവനെ പുണ്യമതാക്കിയിടണമെന്നേ. ചെയ്തേൻ പിഴ ഞാൻ നാഥ, നിന്നെ കോപിപ്പിച്ചതിനായി യാചിക്കുന്നു. ചോരൻ പോലെന്നെ കൈക്കൊണ്ടെന്മേൽ കൃപ ചെയ്യണം. കരുണാലയനേ, ദുഷ്ടത നിറയും ലോകമിതിൽ ഞാൻ ചെയ്തോരന്യായത്തിൽ നിന്നും വീണ്ടെന്നെ പാപവികാരങ്ങളിൽ നിന്നും രക്ഷിക്കണം. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതി, സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ സമർപ്പിക്കുവാനാണ് ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും കൽപ്പന ലംഘനങ്ങൾക്ക് പരിഹാരം നൽകുന്നവനും ചുങ്കക്കാരനെ നീതീകരിക്കുന്നവനും മലിനരെ നിർമ്മലീകരിക്കുന്നവനും കരുണാസമുദ്രവും മനസ്സലവിന്റെ ഉറവയും അധർമ്മങ്ങളാൽ അശുദ്ധരായി തീർന്ന എല്ലാവരെയും ധവളീകരിക്കുന്നവനുമായ കർത്താവേ, അരിഷ്ടനായ എനിക്കും ആനന്ദപ്രദമായ സന്യാസ ജീവിതത്തിന് വന്നിട്ടുള്ള ഈ നിന്റെ ദാസർക്കും നിന്റെ കരുണയാൽ പാപപരിഹാരം കൽപ്പിച്ച് അയക്കണമേ.
ഈ ദാസങ്ങൾ നിന്നാൽ പുണ്യപ്പെടുകയും നിർമ്മലീകരിക്കപ്പെടുകയും ചെയ്യണമേ. ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഇവർ തന്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ നിനക്ക് മഹത്വവും കൃതജ്ഞതയും അർപ്പിക്കുമാറാകണമേ. ബാറക്കുമോർ. ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങൾക്ക് നന്മ ചെയ്യുന്നവരുമാകുന്നു. സകല മനുഷ്യരും ജീവിക്കണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിൽ വന്നെത്തണമെന്നും നീ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിന്റെ തിരുമുമ്പാകെ നിന്റെ ദൈവത്വത്തിന്റെ ത്രോണോസിന്റെ മുമ്പാകെ ശിരസ് നമിച്ചു നിൽക്കുന്ന ഈ ദാസരെ കൈക്കൊള്ളണമേ. സമൃദ്ധിയുള്ളതും സമാധാനപൂർണവുമായ ആശീർവാദം നൽകി ഈ ദാസികളെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായുടെ ദാനം ഈ ദാസരിൽ ആവശ്യിക്കുമാറാകണമേ. നിന്റെ ശക്തിയാൽ സുഹൃതപരമായ സന്യാസ വസ്ത്രം ധരിപ്പിച്ച് ഈ ദാസികളെ ഒരുക്കണമേ. ആകൽക്കറുസായുടെ ജ്വലിക്കുന്ന അസ്ത്രങ്ങൾക്കെതിരായി നിന്റെ ഭാഗത്ത് നിൽക്കുന്നതിന് ഈ ദാസികളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമായ സമൂഹ നിഷ്ഠാജീവത്തിനെതിരായുള്ള സർപ്പങ്ങളെയും തേളുകളെയും ചവിട്ടുവാൻ ശക്തി ഉണ്ടായിരിക്കത്തക്കവണ്ണം സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം ഈ ദാസികളുടെ പാദങ്ങൾക്ക് ചെരിപ്പായി നൽകണമേ. ശത്രുവിന്റെ സകല ശക്തികളെയും ഈ ദാസികൾ കീഴ്പ്പെടുത്തുമാറാകണമേ. സന്യാസപരമായ സുഹൃത നടപടികൾ കൊണ്ട് ഈ ദാസികൾ അലങ്കരിക്കണമേ. യഥാർത്ഥ വിശ്വാസമാകുന്ന അടിസ്ഥാന പാറമേൽ ഈ ദാസികളുടെ അന്തരംഗത്തെ ഉറപ്പിക്കണമേ. തികഞ്ഞതും പരിപൂർണവുമായ സ്നേഹത്തിന്മേൽ ഈ ദാസികൾ ജീവിതത്തെ സ്ഥാപിക്കണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഈ ദാസികൾ തങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ. ഭൗമികമായ സകല മാലിന്യങ്ങളിൽ നിന്നും ഈ ദാസികളുടെ ശരീരത്തെ വെടിപ്പാക്കണമേ. ദൈവമായ കർത്താവേ, ക്ഷമാശീലവും പൂർണ്ണതയും നിന്റെ കൽപ്പനകൾക്ക് ഉത്തമമായ അനുസരണവും സുഹൃതങ്ങൾ പാലിക്കുന്നതിൽ ശ്ലാഘനീയമായ അത്യുത്സാഹവും ഈ ദാസികൾക്ക് പ്രദാനം ചെയ്യണമേ. ജീവദായകമായ നിന്റെ കൽപ്പനകൾ അതിൽ സന്യാസപരമായ ജീവിതത്തെ ഭരിക്കുന്നതായ വിശുദ്ധ നിയമങ്ങൾ ശരിയാവണ്ണം ആചരിപ്പാനുള്ള ശക്തി ഈ ദാസികൾക്ക് നൽകി അതിന് കഴിവുള്ളവരാക്കണമേ. പൈശാചികമായ അസൂയാശീലം, ശത്രുത എന്നിവയും വഞ്ചനയും ഏഷണിയും സുഖപ്രിയവും ധനമോഹവും മുഴുവനായി ദാസികളിൽ നിന്ന് ദൂരത്താക്കണമേ. അക്ഷയമായ സഹായങ്ങൾ ഈ ദാസികൾക്ക് നൽകണമേ. സുഹൃതങ്ങളും പുണ്യപ്രവൃത്തികളുമാകുന്ന ഫലങ്ങൾ നിനക്കായി കായ്ക്കുന്ന ഉത്തമ വൃക്ഷമായി നിന്റെ തോട്ടത്തിൽ ഈ ദാസികളെ വളർത്തിക്കൊള്ളണമേ. സ്വർഗീയ മണവാള, നീ എഴുന്നള്ളി വരുമ്പോൾ ഈ ദാസികൾ നിന്റെ തിരുമുമ്പാകെ കത്തുന്ന വിളക്ക് വഹിച്ചിരിക്കുന്നവരായി വന്ന് നിന്നെ എതിരേൽപ്പാൻ എപ്പോഴും ഈ ദാസികൾക്ക് സംഗതിയാക്കണമേ. പുണ്യപ്രവൃത്തികളാകുന്ന വെളിച്ചം ഈ ദാസികളുടെ വിളക്കിൽ നിന്ന് പുറപ്പെടുമാറാകണമേ. ഈ ദാസികൾ ബുദ്ധിയുള്ള കന്യകമാരോട് ഒരുമിച്ച് നിന്റെ സ്വർഗീയ മണവറയിൽ പ്രവേശിക്കുമാറാകണമേ. കിരീടങ്ങളാൽ ഈ ദാസികൾ പ്രകാശിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധന്മാരുടെയും ശുദ്ധമതികളുടെയും ശ്രേഷ്ഠമായ അന്തസ്സിന് ഈ ദാസികൾ യോഗ്യതയുള്ളവരായി തീരണമേ. കർത്താവേ, ശമിശിക നിനക്കും നീ മുഖാന്തരം നിന്നോടുകൂടെയും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും കൃതജ്ഞതയാകുന്ന വെടിപ്പുള്ള ഫലങ്ങളെ സ്തോത്രമായും ദിനമുൽ കാഴ്ചയായും സമർപ്പിക്കുന്നതിന് ഞങ്ങളെയും ഈ ദാസികളെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഓശോ വബകുല ശുഭാലവൽമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലും നയിക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. ലോകം വീക്ഷിച്ച് കെണികൾ പിഴകളത നിറഞ്ഞു കലങ്ങി മറിഞ്ഞതു കണ്ടു ഞാനും. അജഗണമതിലെന്നെ ചേർത്തിടണമേ നീ എന്നായുഷ്കാലം. ഹാലേലുയ്യ യൗഹാലേലുയ്യ ഋണവാരിതീന്നും കോരിയെടുക്കന്നേ. പതിരുള്ള വഴിയിൽ മുന്തിരി വയൽ
ആശ്വാസദായകൻ ബാരക്കുമോ അന്യർതൻ ഭവനെ ദിനമായിരമതിലും നിൻ ഭവനെ നാഥ ഏകദിനം കാമ്യം പരിശുദ്ധാത്മാവാലീശായി സുതന ദാവീദു പാടിയ നിന്റെ സുഗന്ധത്തിൽ ഹല്ലേലൂയ യൗഹാലേലൂയ മായിച്ചൻ കറകൾ വെണ്മയതാക്കന്നേ മെൽമൂലം വാദാമൽമൂലം ഉൽമീനാമേ കന്യകമാർ പത്തും ദീപേഷ്ടികളോടെ മണവാളൻ തന്നുടെ ഏൽപ്പിനു പോയ ജ്ഞാനികളവരഞ്ചും എണ്ണയെടുത്തെന്ന ഭൂഷികളായവരോ കരുതിയതില്ലെന്ന ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ജ്ഞാനികൾ മണവറയുടെ പോകി സ്തുതി പാടി വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും വായിക്കുമോ സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലേക്കും ഉണ്ടായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ദൈവത്തെ വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളും നിബന്ധിക്കുന്നു. എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു പോകാനും ഒട്ടേറെ വിധങ്ങളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകരണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ നിർണ്ണയിക്കുക. വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികൾ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. എല്ലാത്തിനും ജീവൻ നൽകുന്ന ദൈവത്തിന്റെയും പൊന്തിയോസ് പിലാത്തോസിന്റെയും മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിന്റെയും സന്നദ്ധിയിൽ എന്നോട് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏകപരം അധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. അവിടുന്ന് മാത്രമാണ് വണ്ണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ്. ആമേൻ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും നീ ബോധിപ്പിക്കുക. ബാർക്കിമോ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ സ്നേഹായ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായ
നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകരമായി ശംസിക മാസകാലത്തെ പ്രകാരം അരുളി ചെയ്തു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീരിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങളിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ മൂന്നാല് സഹോദരിമാരും ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും അടുത്ത തലങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പദവും അതുതന്നെയാണ്, നവശിഷ്യ പദത്തിലേക്കുള്ള സ്വീകരണ ശുശ്രൂഷ. മാമോദീസ സ്വീകരിച്ച എല്ലാവരും ക്രിസ്തു ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സന്യാസ ജീവിതത്തിലൂടെ ഒരാൾ പരിശ്രമിക്കുന്നത് ഈ ശിഷ്യത്വത്തിൽ കുറെ കൂടെ സമ്പൂർണമായി തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി അടുത്ത ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും ക്രിസ്തു പറഞ്ഞതനുസരിച്ച് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യത്വം ജീവിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകത്ത് സന്യാസം ഉണ്ടാകുമായിരുന്നില്ല. ലോകത്തിന്റെ അരൂപിയിൽ ഭൂരിപക്ഷം ആളുകൾ ജീവിക്കുകയും ക്രിസ്തു ശിഷ്യത്വത്തിന് വിരുദ്ധമായി അവർ കാണപ്പെടുകയും ചെയ്തപ്പോഴാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ ക്രിസ്തു ശിഷ്യത്വം ഈ ലോകത്തിന് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഈ ലോകത്തിൽ സന്യാസം രൂപപ്പെടുന്നത്. അപ്പോൾ ഈ മൂന്ന് സഹോദരിമാരെ യഥാർത്ഥത്തിൽ തങ്ങളുടെ ചിറകുകൾ വിരിച്ച് പറക്കുന്നതിന് മുമ്പ് ഒരു ഷഡ്പദം അതിന്റെ പ്യൂപ്പാവസ്ഥയിലായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് അനുസ്വർണവധത്തിലൂടെ തങ്ങളുടെ ഉള്ളിലുള്ള റിബല്യസ് ആയിട്ടുള്ള ജഡത്തിന്റെ ദുരാത്മാവിനെ ഇങ്ങനെ കീഴ്പ്പെടുത്തി പൂർണ്ണമായ ഒരു ട്രാൻസ്ഫർമേഷന് തങ്ങളെ തന്നെ വിധേയരാക്കാനായിട്ട് ആഗ്രഹിക്കുക. ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നോവിഷ്യേറ്റിൽ നടക്കുന്നത്. ആ പ്രക്രിയ സമ്പൂർണമായിട്ട് നടക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ സന്യാസം ഫലസമൃദ്ധമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നോവിഷ്യേറ്റിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജഡത്തിലുള്ള റിബല്യസ് ആയ ഒരു ആത്മാവിന്റെ, ഒരു ദുരാത്മാവിന്റെ അതിശക്തമായ ചില പ്രേരണകളുണ്ട്. അതിനെ സമ്പൂർണമായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും സ്വാഭാവികമായി നോവിഷ്യേറ്റിൽ ഉണ്ടാകണം. അതുണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അതിനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പലതിനോടുമുള്ള ഒരു എതിർപ്പ്, സ്വാഭാവികമായിട്ടുള്ള ഒരു ജഡത്തിന്റെ എതിർപ്പ്, അതിനെ തകർക്കാതെ ക്രിസ്തുവിനൊന്നും നിങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ നിങ്ങളെ തന്നെ മരണത്തിന് സദാസമയം ഏൽപ്പിച്ചു കൊടുക്കും.
മിസ്റ്റർ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളിൽ പ്രത്യക്ഷപ്പെടേണ്ടതിന് ഞങ്ങൾ സദാസമയം ക്രിസ്തുവിനെ പ്രതി മരണത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ സന്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മരണം നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് പോകുന്നത് വരെ നമ്മളെ തന്നെ ഓരോ ദിവസവും ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെ ബലികഴിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ ബലികഴിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ മാത്രം നമ്മിൽ നിറയുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ ജീവൻ. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ പ്രകടമല്ല എങ്കിൽ നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. നമ്മളുടെ ഉള്ളിൽ പുറമേയുള്ള വേഷത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജീവൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജീവൻ നിറയണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ആ ക്രിസ്തുവിന്റെ ജീവൻ നിറയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ നിമിഷവും നിങ്ങളുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കും. ഈശോ പറഞ്ഞത് എന്താണ്? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാൻ. അവസാന നിമിഷം വരെ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക അത് തന്നെയാണ്. ഓരോ നിമിഷവും അവൻ ഫൈറ്റ് ചെയ്തത് അവന്റെ ജഡത്തിന്റെ ഇഷ്ടത്തോടാണ്. ദൈവത്തിന്റെ ഇഷ്ടം തന്നിലൂടെ നിറവേറാനായിട്ട് ഉള്ള വിട്ടുകൊടുക്കൽ. ആ വിട്ടുകൊടുക്കലിലാണ് നമ്മിലേക്ക് ക്രിസ്തുവിന്റെ ജീവൻ നിറയുക. ക്രിസ്തുവിന്റെ ജീവൻ നിറയുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിലുള്ള വിഷയം, അതായത് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ഫലങ്ങൾ നന്നാവാനായിട്ട് പരിശ്രമിക്കും. ഫലങ്ങൾ നന്നാവാനായിട്ട് പരിശ്രമിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൃക്ഷം നന്നായാൽ ഫലം സ്വാഭാവികമായിട്ട് നന്നാവും. അപ്പൊ നമ്മൾ ഈ ക്രിസ്തുവിന്റെ ജീവൻ പ്രവഹിക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് സൽഫലങ്ങൾ സ്വാഭാവികമായിട്ട് പുറപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൺസേൺഡ് ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ജീവൻ നിറയുന്ന ഒരു അവസ്ഥയിൽ നിരന്തരം നിലനിന്നാൽ മാത്രം. അല്ലെങ്കിലുള്ള വിഷയം നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ കുറച്ച് പന്നിക്കുട്ടികളെ, പലപ്പോഴും പിള്ളേരോട് പറയുന്ന ഉദാഹരണം, പന്നിക്കുട്ടികളെ നമ്മളിങ്ങനെ കൂട്ടിലിട്ട് വളരെ വൃത്തിയായിട്ട് കൂട്ടിലിട്ട് വളർത്തിയാൽ അതല്ല വൃത്തിയായിട്ട് വെള്ള പന്നിക്കുട്ടന്മാരായിട്ട്. പക്ഷെ എപ്പോഴാണോ നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ട് തുറന്നു വിടുന്നത്, അത് നേരെ എന്ത് ചെയ്യും? അത് ചൊല്ലിയിരിക്കും. നേരെ കുറച്ച് പൂച്ചക്കുട്ടികളാണെങ്കിലോ, പൂച്ചക്കുട്ടികളിൽ ഒരു ചെറിയൊരു അഴുക്ക് പറ്റിയാൽ പോലും അത് അസ്വസ്ഥനാണ്. എത്രയും പെട്ടെന്ന് അത് വൃത്തിയാക്കാൻ പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ നേച്ചറാണ്. വി വിൽ നെവർ കോംപ്രമൈസ് ടു സീ. പാപത്തോട് നമ്മൾ ഒരു തരത്തിൽ കോംപ്രമൈസ് ആവില്ല. ഒരു പാപത്തോട്, അത് ഏറ്റവും ചെറുതെന്ന് കരുതുന്ന പാപത്തോട് പോലും നമ്മൾ അൺകോംപ്രമൈസ്ഡ് ആയി. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞു എന്നുള്ളത്. ഈ ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ നമ്മൾ ഈ ചെയ്യേണ്ടത്, ഒന്ന് നമ്മുടെ അനുതാപം, രണ്ട് നമ്മുടെ വിട്ടുകൊടുക്കാനുള്ള, സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കാനുള്ള ഒരു കാര്യമാണ്. അത് ഈ അനുസരണം എന്ന ഒരു വ്രതത്തിലൂടെയാണ് നമ്മൾ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുന്നത്. നമ്മളെ തന്നെ ഇങ്ങനെ തോൽപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കും. പലപ്പോഴും നമ്മുടെ ജഡത്തിന്റെ ദുരാത്മാവ് നമ്മിനോട്, ഇപ്പോൾ അധികാരികളോട് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ഇപ്പോൾ നോയിസ് സ്ട്രെസ് നിങ്ങൾക്കുണ്ടാവും, പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അതിനെ ഓരോ സമയം കീഴ്പ്പെടുത്തിയേ പറ്റും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരത്തിന് പലതരത്തിലുള്ള വേർഷൻസും, ആ ഓരോ വേർഷനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തുമ്പോഴും. അപ്പൊ പലതരത്തിലുള്ള വേർഷൻസ്. നമ്മൾ വിചാരിക്കും അഹങ്കാരത്തിന് ഒരു ഭാവമുള്ളൂ. നല്ല, അഹങ്കാരത്തിന് 100,000 ഭാവങ്ങളുണ്ട്. നമ്മൾ ഒരു ഭാവം കണ്ടുപിടിച്ചത് കീഴ്പ്പെടുത്തി കഴിയുമ്പോഴാണ് ദൈവം രണ്ടാമത്തെ ഭാവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവ രണ്ടാമത്തെ ഭാവത്തെ കണ്ടുപിടിച്ചത് കീഴ്പ്പെടുത്തി കഴിയുമ്പോഴാണ് മൂന്നാമത്തെ ഒരു ഭാവം ഉണ്ടെന്ന് മനസ്സിലാകും. ഇങ്ങനെ നിരന്തരം അഹങ്കാരത്തിന്റെ ഭാവങ്ങളെ ഇല്ലാതാക്കി കഴിയുമ്പോൾ നമ്മിലേക്ക് ദൈവിക ജീവൻ നിറയും, നമ്മിലേക്ക് കൃപ വരും. ആ കൃപ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലൂടെ ഫലങ്ങൾ പുറപ്പെടും. അതാണ് നമ്മൾ സുവിശേഷം പറയുന്നത്. ഒരു 2 വർഷം അല്ലെ ചേർന്ന് ഈ തായ്തടിയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ആ ശാഖയോട് നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത്രയും ഫലം പുറപ്പെടുവിച്ചെന്ന് ചോദിച്ചാൽ ശാഖ എന്തായിരിക്കും പറയുന്നത്? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ തായ്തടിയോട് ഇങ്ങനെ ചേർന്ന് നിന്നു, എന്നിലൂടെ അജീവരസം ഇങ്ങനെ പുറപ്പെട്ടു വന്നു, ഞാൻ അധ്വാനിക്കാതെ തന്നെ എന്നിലൂടെ ഫലം പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സന്യാസം, സമർപ്പണ ജീവിതം ഫലദായകമാകുന്നത് ഇത്തരത്തിൽ തായ്തടിയായി ക്രിസ്തുവിനോട് നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് വയ്ക്കുമ്പോൾ.
ഒരു സെക്കൻഡെങ്കിലും മാറി നിന്ന് എന്താ സംഭവിക്കുന്നത്? മുറിഞ്ഞു പോയിട്ട് ഞാൻ തന്നെത്തായി ഫലം പുറപ്പെടുവിക്കാം. ആ സെക്കൻഡ് മുതൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഉണങ്ങാത്തത്, നമ്മുടെ ഫലം അറ്റുപോകുന്നു. അപ്പോൾ അത് സംഭവിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വർഷം. മറ്റൊരു കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതെ ഇങ്ങനെ ദൈവഹിതത്തിന് നിങ്ങളെ തന്നെ ഇങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നടക്കാനുള്ള ഒരു വർഷം ദൈവം വളരെ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് നൽകി. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. നേരത്തെ പറഞ്ഞതുപോലെ ജഡത്തിന്റെ ദുരാത്മാവ് നിങ്ങൾ അതിശക്തമായിട്ട് അതിന്, കാരണം ഒരാത്മാവ് ദൈവത്തിന് കീഴ്പ്പെടുന്നത് ആർക്കിഷ്ടമല്ല, പിശാചിന് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിന് വിരുദ്ധമായിട്ടുള്ള അഹങ്കാരത്തിന്റെ ദുരാത്മാവ് നിങ്ങൾക്ക് അത് പ്രകടമാകുമ്പോൾ ബോധപൂർവ്വം അതിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെന്ന സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ ശുശ്രൂഷയിൽ നിങ്ങളെ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലൂടെയും കർത്താവ് തന്റെ സ്നേഹം നിങ്ങളിലേക്ക് ചൊരിയട്ടെ. യഥാർത്ഥത്തിൽ ശിഷ്യനാക്കാനായിട്ടുള്ള ഒരു പരിശ്രമം ആർക്കാണ് ശിഷ്യനാക്കാൻ പറ്റുന്നത്? ഒരു ശിഷ്യന് മാത്രമേ മറ്റൊരാളെ ശിഷ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പരിശീലനത്തിലായിരിക്കുന്നവർക്കും ഇത് ഏറ്റവും നല്ലൊരു കാലമാണ്. ടു ബി എ ഗുഡ് ഡിസൈപ്പിൾ, കർത്താവിന്റെ നല്ല ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ശിഷ്യനായിട്ട് മാറിയെങ്കിൽ മാത്രമേ മറ്റൊരാളെ ശിഷ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ നല്ല ഒരു പരസ്പരമുള്ള നിങ്ങളുടെ സഹായമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ശുശ്രൂഷയോട് നൽകുന്നത്. ശിഷ്യപ്പെടുത്താനായിട്ട് കുറേ പേരെ സഹായിക്കുന്നു, ശിഷ്യരാകാനായിട്ട് കുറേ പേരെ സഹായിക്കുന്നു. ഈ രീതിയിൽ ക്രിസ്തുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. നിങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് ദൈവാനുഗ്രഹിക്കപ്പെട്ട നേതൃത്വമുണ്ട്, പ്രിയപ്പെട്ട പ്രൊഫഷണൽ സിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ കൗൺസിൽ അംഗങ്ങളുണ്ട്, മ്യൂസിക് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ നിങ്ങളെ സഹായിക്കുന്ന വ്യത്യസ്ത രീതികളിൽ ഈ ഒരു വർഷം മുഴുവൻ സഹായിക്കുന്ന പലതരത്തിലുള്ള സഹോദരി സിസ്റ്റേഴ്സും ഉണ്ട്. അവരെ എല്ലാവരെയും അവരുടെ ശുശ്രൂഷകളെ ദൈവമാനിക്കട്ടെ ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം. മക്കളെ, നിങ്ങൾ ഹൃദയത്തിൻ്റെ ചെവി തുറന്ന് കർത്താവിൻ്റെ തിരുശബ്ദം ശ്രദ്ധിച്ചു കൊള്ളുക. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമിട്ട് തന്നെ അനുഗമിക്കട്ടെ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും പിശാചിനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നീ പ്രകാരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭയഭക്തിയോടെ ദൈവം മുമ്പാകെ സത്യസന്ധമായി ഉത്തരം പറയണം. മക്കളെ, നിങ്ങൾ എന്തിനായി വന്നിരിക്കുന്നു? സന്യാസിനി സമൂഹത്തിൽ നവശിഷ്യായി പരിശീലനം പ്രാപിക്കാൻ ആഗ്രഹിച്ച് ഞാൻ വന്നിരിക്കുന്നു. നിന്റെ സ്വന്തം മനസ്സോടും സമ്മതത്തോടും കൂടിയാണോ ഇതിനായി നീ വന്നിരിക്കുന്നത്? ദൈവസഹായത്താൽ ഞാൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവിനെ നിഷ്കളങ്കമായി സ്നേഹിക്കുകയും സേവിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള പരിശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയാണോ നീ നവശിഷ്യ പദം ആഗ്രഹിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്ന രക്ഷിതാവിനെ സ്നേഹിച്ച് മഹത്വപ്പെടുത്തണമെന്നുള്ള ഏക ഉദ്ദേശമാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. അവിടുത്തെ തിരുനാമം മഹത്വപ്പെടട്ടെ. നവശിഷ്യായി ബഥനിമഠത്തിൽ താഴ്മയിലും അനുസരണത്തിലും സന്യാസ പരിശീലനം സമ്പാദിക്കുന്നതിന് മനസ്സോട് ശ്രമിച്ചു കൊള്ളാമെന്ന് നീ ഉറച്ചിട്ടുണ്ടോ? ദൈവസഹായത്താൽ ഞാൻ അങ്ങനെ ഉറച്ചിരിക്കുന്നു. ദൈവം ഇത് നിറവേറ്റി തരാൻ വന്യപിതാവും സമൂഹാംഗങ്ങളും പ്രാർത്ഥിക്കണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ ആലയം നീ അവകാശനയായിരിക്കുവാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായി റോസ് മുദ്ര കുത്തപ്പെടുന്നു.
Adruho Kadi Hai Daro Lamalme. ദൈവത്തിന്റെ പരിശുദ്ധമായ ആലയിൽ നീ അവകാശിനിയായിരിക്കുവാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായ എലിസബത്ത് മുദ്ര കുത്തപ്പെടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ ആലയിൽ നീ അവകാശിനിയായിരിക്കുവാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായി സാറാമ മുദ്ര കുത്തപ്പെടുന്നു. Medbara kalbusho gamoyo daski deruso. Esmodavo, Kudabro, Wadruho hayo kadi sulahai daruho lamalmi. എന്റെ ദുഃഖം ലഘുവും എന്റെ ചുമട് ആനന്ദകരവുമാകുന്നുവെന്ന് അരുളി ചെയ്തിട്ടുള്ള കർത്താവിന്റെ തിരുവിഷ്ടത്തെ എല്ലാ കാര്യങ്ങളിലും സദാ സ്നേഹത്തോടും സ്വയത്യാഗത്തോടും കൂടി അനുസ്മരിപ്പിക്കാനായി അനുസരണത്തിന്റെ ചിഹ്നമായി കുരിശിനെ മുഖമായി കഴുത്തിൽ ധരിച്ചു കൊള്ളുക. സന്യാസ ജീവിതത്തിന്റെയും പ്രത്യേകിച്ച് അനുസരണത്തിന്റെയും ചിഹ്നമായി ഈ കുരിശിനെ നിന്റെ കഴുത്തിൽ ധരിച്ചു കൊള്ളുക. ദൈവത്തിന്റെ സ്നേഹ നിനക്ക് കാവലായിരിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹ പൈശാചികമായ ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് തോറ്റുപോകാത്ത ആയുധമായിരിക്കട്ടെ. ശത്രുവിന്റെ ശക്തി മത്സരബുദ്ധികളായ ആത്മാക്കളെയും ജയിക്കുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ആയുധമായി ദൈവത്തിന്റെ സ്നേഹ നിനക്കായിരിക്കട്ടെ. സന്യാസ ജീവിതത്തിന്റെയും പ്രത്യേകിച്ച് അനുസരണത്തിന്റെയും ചിഹ്നമായി കുരിശിനെ നീ കഴുത്തിൽ ധരിച്ചുകൊള്ളുക. ദൈവത്തിന്റെ സ്ലീവ നിനക്ക് കാവലായിരിക്കട്ടെ. ദൈവോത്തരൻ സ്ലീവ പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് തോറ്റുപോകാത്ത ആയുധമായിരിക്കട്ടെ. ശത്രുവിന്റെ ശക്തി മത്സരബുദ്ധികളായ ആത്മാക്കളെയും ജയിക്കുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ആയുധമായി ദൈവത്തിന്റെ സ്ലീവ നിനക്കായിരിക്കട്ടെ. സന്യാസ ജീവിതത്തിന്റെയും പ്രത്യേകിച്ച് അനുസരണത്തിന്റെയും ചിഹ്നമായി കുരിശിനെ നിനക്കഴുത്തിൽ ധരിച്ചുകൊള്ളുക. ദൈവത്തിന്റെ സ്ലീവ നിനക്ക് കാവലായിരിക്കട്ടെ. ദൈവത്തിന്റെ സ്ലീവ പൈശാചികമായ ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് തോറ്റുപോകാത്ത ആയുധമായിരിക്കട്ടെ. ശത്രുവിന്റെ ശക്തി മത്സരബുദ്ധികളായ ആത്മാക്കളെ ജയിക്കുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ആയുധമായി ദൈവത്തിന്റെ സ്ലീവ നിനക്കായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, കാരുണ്യവാനായ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു.
നിന്റെ ഈ ദാസർ തിരുമുമ്പാകെ ചെയ്തിട്ടുള്ള പ്രതിക്ക് മാലിന്യമേശാതെ പാലിക്കുവാൻ നീ സഹായിക്കണമേ. ലോത്തിന്റെ ഭാര്യയെ പോലെ പുറകോട്ട് തിരിയുവാൻ ഇടയാകാതെ ഈ ദാസരെ നീ കാത്തുകൊള്ളണമേ. ഈ ദാസികൾ നിന്നിൽ മാത്രം ജീവിക്കുകയും ഇവരുടെ ദൃഷ്ടി നിന്നിൽ മാത്രം പതിക്കുകയും ചെയ്യുമാറാകണമേ. ലജ്ജ കൂടാതെ നിന്റെ സമുദ്രത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇവരെ കാത്തുകൊള്ളണമേ. സ്വർഗീയ ഭാഗ്യങ്ങൾക്കും ശാശ്വതമായ സൗഭാഗ്യങ്ങൾക്കും അക്ഷയമായ മണവറയ്ക്കും ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങൾ കർത്താവും ദൈവവും രക്ഷിതാവുമായ പുത്രന്റെ കരുണയാലും മനുഷ്യ സ്നേഹത്താലും തന്നെ അവനോടുകൂടെ നിനക്കും പരിശുദ്ധ റൂഹായിക്ക് മഹത്വവും സ്തോത്രവും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ഹോശോ വബകുൽ സുബ്ഹാനല്ലാഹി. അനുഗ്രഹിക്കപ്പെട്ടവരാകും ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് സംബന്ധിച്ച് ഞങ്ങളെല്ലാവരുടെയുമായ കർത്താവായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളെ മരിച്ചവരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിച്ച് കൊണ്ടപ്പെടുത്തുമാറാകട്ടെ. പിതാവും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഹോശോ വബകുൽ സുബ്ഹാനല്ലാഹി. പിതാവേ, പ്രിയപ്പെട്ട മദർ തനുജ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഒരു തിരുക്കർമ്മത്തിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിപൂർത്തിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട 3 മക്കൾ സിസ്റ്റർ റോസ്, അലീന, സ്നേഹ, ഇവരെ നവശിഷ്യ പദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ പദം, സന്യാസ ജീവിതത്തിൻ്റെ കവാടം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. ആ ഒരു പദവിയിലേക്ക്, ആ ഒരു പദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട 3 സഹോദരിമാർക്കും അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് അഭിനന്ദ പിതാവ് ഈ തിരുക്കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികനായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പിതാവ് സന്യാസ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും പിതാവ് വിവരിച്ചു. ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ശിഷ്യത്വ ജീവിതം അത് പ്രകാരമാണ് ഫലപ്രദമാകുന്നത് എന്നുള്ളത് പിതാവ് പറഞ്ഞു. യേശുവയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ജീവിതം ജീവിക്കുവാനും അതിൽ നിന്ന് ധാരാളം ഫലം നമ്മുടെ ചുറ്റുപാടുകൾക്ക് കൊടുക്കുവാനൊക്കെയുള്ള വലിയ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും, വിശിഷ്യ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാരെയും അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് ആഹ്വാനം ചെയ്ത ഇന്ന് ഈ കർമ്മം ഏറ്റവും അനുഗ്രഹീതമായി പൂർത്തിയാക്കിയ അഭിനന്ദ പിതാവിന് ഇവിടുത്തെ മദറിൻ്റെ പേരിലും അതുപോലെ എൻ്റെ വ്യക്തിപരമായ പേരിലും സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. മദർ തനുജ ബത്തേരിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. സിസ്റ്റർ മഹിമയോടൊപ്പം ഈ ഒരു അനുഗ്രഹീതമായ കർമ്മം പ്രത്യേകിച്ച് സ്നേഹയും അലീനയും ബത്തേരി പ്രൊവിൻസിലെ അംഗങ്ങളാണ്. അവരുടെ ഈ ഒരു അവശിഷ്യ പദപ്രവേശനത്തിന് എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളോടും അതുപോലെ വലിയ സപ്പോർട്ടോടും കൂടി മദർ ഇവിടെ ആയിരിക്കുകയാണ്. മദറിനും പ്രിയപ്പെട്ട സിസ്റ്റർ മഹിമയ്ക്കും പ്രത്യേകമായ വിധത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കല്ലിലച്ചൻ, ബഹുമാനപ്പെട്ട അച്ഛനാണ് ഇവരെ ധ്യാനിപ്പിച്ചത്. ഇവരെ ഈ നവശിഷ്യ പ്രവേശനത്തിനായിട്ട് ഒരുക്കിയത്. അച്ഛന് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ ഒരു കാലയളവിൽ നൽകിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാണ്. അച്ഛൻ ബഥനിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ ഹൗസിന് വേണ്ടി നൽകുന്ന വലിയ പിന്തുണയ്ക്ക്, സ്നേഹത്തിന്, കരുതലിന് ഞാൻ ഏവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.
അതുപോലെ പ്രിയപ്പെട്ട ജനറൽ കൗൺസിലർ രാജിത, ഇവിടെ മദർ ഡെബഷീൻ്റെ ഡെലിഗേറ്റായി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ സൗബിനി, പ്രിയപ്പെട്ട കൗൺസിലേഴ്സ്, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ശുശ്രൂഷയിലെ സഹകാരികളായ പിതാവിൻ്റെ സഹകാരിക്കും അതുപോലെ പ്രിയപ്പെട്ട സഹായികളായ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യത്തെ കാലം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ നവശിഷ്യർ അവരുടെ പിതാവിനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം പിതാവിൻ്റെ സ്ലീബാമുക്തി നവശിഷ്യരെ നൗഷ്യത്തിലേക്ക് ആനയിക്കുന്ന ക്രമമാണ്. Bye.